എങ്ങനെയാണ് ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം നടത്തേണ്ടത്? എന്താണ് സ്നാനം എന്ന വാക്കിൻ്റെ പുതിയ നിയമത്തിൻ്റെ ഒറിജിനൽ ഭാഷയായ ഗ്രീക്ക് ഭാഷയിൽ ഉള്ള ആ പദത്തിൻ്റെ അർത്ഥം? തളിക്കലും ഒഴിക്കലും ഒക്കെ ശരിയായിട്ടുള്ള രീതിയാണോ? ബൈബിൾ എന്താണ് പറയുന്നത്? അതാണ് നാം ഇന്നത്തെ ഈ സന്ദേശത്തിൽ ചിന്തിക്കുന്നത്. ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടു ഇറ്റേണിറ്റി. എൻ്റെ അടുത്ത ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം. ഇത് ബാപ്റ്റിസം സീരീസ്, സ്നാനത്തെക്കുറിച്ചുള്ള ആ സീരീസിലെ തുടർമാനമായിട്ടുള്ള സന്ദേശമാണ്. ഇതിനു മുമ്പുണ്ടായിരുന്ന സന്ദേശത്തിൽ ഞാൻ സ്നാനത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. 3 കാര്യങ്ങൾ. നിങ്ങളത് മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്നാനത്തിൻ്റെ സീരീസിൻ്റെ തന്നെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൂടെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആൻഡ് ബൈ ദ വേ, ഇപ്രകാരമുള്ള കണ്ടൻറ്റൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും ചേർന്ന് കാണുന്ന ബെൽ ബട്ടണും പ്രസ് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷനും കൂടെ നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുക. അങ്ങനെയെങ്കിൽ ഇപ്രകാരമുള്ള Q&A സെഷനുകൾ, ബൈബിൾ സ്റ്റഡീസ്, സമകാലിക സംഭവങ്ങൾ, ബൈബിൾ വെളിച്ചത്തിലുള്ള അപ്ഡേറ്റുകൾ ഒക്കെ പോസ്റ്റ് ആകുമ്പോൾ നിങ്ങൾക്കപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൻ്റെ കാര്യത്തെപ്പറ്റിയും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഒന്നുകൂടെ ഞാൻ കൊണ്ടിരുന്നു. അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാട്സാപ്പിലൂടെ നിങ്ങൾക്ക് ലിങ്കുകൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ ഫോൺസിലേക്ക് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ്. താഴെ കാണുന്ന ആ ഒരു സന്ദേശം കണ്ട് അത് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് അവൈലബിൾ ആവും. അപ്പോൾ സ്നാനം എങ്ങനെയാണ് നടത്തേണ്ടത്? ഇതിന് മുമ്പുണ്ടായിരുന്ന സന്ദേശത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു, ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എന്തിനെയാണ് സിംബളൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അത് യേശു കർത്താവിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിയും യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനവുമായി ഏകീഭവിക്കുന്ന കാര്യത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ നേരെ ചൊവ്വേ ബൈബിൾ പ്രകാരം റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി മുഴുവനുമായിട്ടും വെള്ളത്തിൻ്റെ അടിയിൽ മുങ്ങേണ്ടതാണ്. ആ വ്യക്തി ഈ വെള്ളത്തിൻ്റെ അടിയിൽ പോകുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ പഴയ മനുഷ്യൻ, ആത്മീയമായിട്ടാണ് പറയുന്നത്, പഴയ മനുഷ്യൻ ആ ദൈവവുമായിട്ട് സെപ്പറേറ്റ് ആയിരുന്ന അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നിരുന്ന ആ ജീവിതത്തിലെ ആ പഴയ മനുഷ്യനെ കുഴിച്ചിടുന്നതിനെയാണ് പ്രതിനിധീകരിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ഒരു ഭാഗവും വെള്ളത്തിൻ്റെ മുകളിൽ കാണുവാൻ പാടില്ല സ്നാനം നടക്കുമ്പോൾ. അപ്പോൾ പിന്നെ ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എന്ന ആ പദത്തിൻ്റെ ഗ്രീക്ക് ന്യൂ ടെസ്റ്റമെൻറ്റ്, പുതിയ നിയമം ഒറിജിനലായി എഴുതപ്പെട്ട ഭാഷയാണ് ഗ്രീക്ക്. അപ്പോൾ ആ ഗ്രീക്ക് ഭാഷയിൽ എന്താണ് സ്നാനത്തിനുള്ള ആ പദം ഉപയോഗിച്ചിരിക്കുന്നത്? അതാണ് നമ്മുടെ ചോദ്യം. ബാപ്റ്റൈസ് അല്ലെങ്കിൽ സ്നാനപ്പെടുത്തുക എന്ന് പറയുന്ന പദം വരുന്നത് ഗ്രീക്ക് പദമായ, പുതിയ നിയമത്തിലെ ആ ഗ്രീക്ക് പദമായ ബാപ്റ്റിറ്റ്സോ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ്. അതൊരു കോമ്പൗണ്ട് കോസേറ്റീവ് ഫോമാണ്. ബാപ്റ്റോ എന്ന് പറയുന്ന ആ പദത്തിൻ്റെ കോമ്പൗണ്ട് കോസേറ്റീവ് ഫോമാണ് ബാപ്റ്റിറ്റ്സോ. അതായത് ഇറ്റ്സോ എന്ന് പറയുന്ന ആ ഒരു ഫോമും കൂടെ ബാപ്റ്റോ അതിൻ്റെ കൂടെ ചേർത്താൽ ബാപ്റ്റിറ്റ്സോ എന്ന് പറയുന്ന പദം കിട്ടും. ഞാൻ പറഞ്ഞു കോമ്പൗണ്ട് കോസേറ്റീവ്. കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ 2 വാക്കുകളും കൂടെ ചേരുമ്പോൾ കിട്ടുന്ന വാക്ക്. അതായത് ഉദാഹരണത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഐസ്ക്രീം, ഫയർ ഫൈറ്റർ. അതൊക്കെ 2 വാക്കുകളും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ കിട്ടുന്ന പുതിയ വാക്കാണ്. പിന്നെ കോസേറ്റീവ് എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞു. അത് an action caused by someone, ഒരു വ്യക്തി നിമിത്തം ഉണ്ടാകുന്ന ഒരു പ്രവൃത്തി. അതാണ് കോസേറ്റീവ് എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം. അപ്പോൾ ബാപ്റ്റോ എന്ന് പറയുന്ന ആ പദം ഇറ്റ്സോ എന്ന് പറയുന്ന ആ പദവും കൂടെ മിക്സ് ചെയ്യുമ്പോഴാണ് ബാപ്റ്റിറ്റ്സോ ഉണ്ടാകുന്നത്. ഇനിയും ബാപ്റ്റോ എന്ന് പറയുന്ന റൂട്ട് പദത്തിൻ്റെ അർത്ഥം എന്താ? ടു ഡിപ്പ്, മുക്കുക. ഈ പദം നമ്മൾ 3 പുതിയ നിയമ വേദഭാഗങ്ങൾ കാണുന്നുണ്ട്. ലൂക്കോസ് 16:24 ധനികനായ മനുഷ്യൻ നരകയാതന അനുഭവിച്ച് എബ്രഹാമിനോട് കരയുന്ന ആ ഒരു രംഗം. അബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിൻ്റെ അറ്റം വെള്ളത്തിൽ മുക്കി എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ അയക്കണമേ. മുക്കി എന്ന് പറയുന്ന ആ പദത്തിന് ഉപയോഗിച്ചിരിക്കുന്നത് ബാപ്റ്റോ എന്ന് പറയുന്ന പദമാണ്. പിന്നെ മറ്റൊരു വേദഭാഗത്തിൽ യോഹന്നാൻ 13:26 ആ അന്ത്യ അത്താഴത്തിൽ യേശു ആരാണോ തന്നെ ഒറ്റിക്കൊടുക്കുവാൻ പോകുന്നത് ആ വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അടയാളം കൊടുക്കുന്നുണ്ട്. ഞാൻ അപ്പകണ്ഠം മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു. പിന്നെയാണ് 3-ാമത്തെ വേദഭാഗം, വെളിപ്പാട് 19:13 യോഹന്നാൻ വിവരിക്കുകയാണ് മഹത്വത്തിൽ വരുന്ന യേശുവിനെക്കുറിച്ച്.
അവൻ രക്തത്തിൽ മുക്കിയ ഉടുപ്പ് ധരിച്ചിരിക്കുന്നു. ഈ എല്ലാ വേദഭാഗങ്ങളിലും ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം ബാപ്റ്റോ. അതിൻ്റെ അർത്ഥം ടു ഡിപ്പ് സംതിങ് ഇൻ ടു എ ഫ്ലൂയിഡ് ആൻഡ് ദെൻ ടേക്ക് ഇറ്റ് ഔട്ട് അഗെയിൻ. ഏതോ ഒരു വസ്തു ഏതെങ്കിലും ഒരു ഫ്ലൂയിഡിൽ മുഴുവനുമായി മുക്കിയിട്ട് പിന്നെ അതിനെ പുറത്തേക്കെടുക്കുന്നു. സ്റ്റാൻഡേർഡ് ഗ്രീക്ക് റെഫറൻസായ സ്ട്രോങ്സ് എക്സോസ്റ്റീവ് കൺകോർഡൻസ് ഓഫ് ദ ബൈബിളിൽ ബാപ്റ്റോ എന്ന് പറയുന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥവും ടു കവർ ഹോളി വിത്ത് ഫ്ലൂയിഡ്, ടു ഡിപ്പ്. മുഴുവനുമായും ഒരു വസ്തുവിനെ ഒരു ഫ്ലൂയിഡിൽ മുക്കുക, ആ ഒരു അർത്ഥമാണ്. പിന്നെ ബാപ്റ്റോയുടെ മറ്റൊരു കോമ്പൗണ്ട് വേർഷനൂടെ ഉണ്ട്, എൻ അല്ലെങ്കിൽ എം. അതും കൂടെ ചേർത്ത് കഴിയുമ്പോൾ എന്നിൻ്റെ അർത്ഥം ഇൻ എന്നാണ് അർത്ഥം, അതായത് അകത്തേക്ക്. അപ്പം അത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ, അതായത് എന്നും ബാപ്റ്റോയും കൂടെ ചേർത്ത് കഴിയുമ്പോൾ കിട്ടുന്ന ഫോമാണ് എംബാപ്റ്റോ. ഈ കോമ്പൗണ്ട് പദം 3 പുതിയ നിയമ വേദഭാഗങ്ങൾ കാണുന്നുണ്ട്. മത്തായി 26:23, മർക്കോസ് 14:20, യോഹന്നാൻ 13:26. ഈ 3 വേദഭാഗങ്ങളിലും എംബാപ്റ്റോ എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം ടു ഡിപ്പ്, മുക്കുക. അപ്പോൾ ബാപ്റ്റോ അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ട് ഫോം എംബാപ്റ്റോ ഗ്രീക്ക് പുതിയ നിയമത്തിൽ കാണുന്നതിൻ്റെ അർത്ഥം ടു ഡിപ്പ്, മുക്കുക എന്നാണ്. ആ ആക്ഷൻ വിവരിക്കുന്നത് ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരു ഫ്ലൂയിഡിലേക്ക് മുക്കിയിട്ട് അതിനുശേഷം അതിനെ പൊക്കിയെടുക്കുക. അപ്പോൾ ബാപ്റ്റോൻ്റെ അർത്ഥം ഇതുപോലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ മുഴുവനുമായിട്ടും ഒരു ഫ്ലൂയിഡിലേക്ക് മുക്കിയ ശേഷം അതിനെ പുറത്തെടുക്കുന്നുവെങ്കിൽ അതിൻ്റെ, ഞാൻ മുമ്പേ ഓർപ്പിച്ചല്ലോ, ഒരു കോമ്പൗണ്ട് കോസൈറ്റീവ് ഫോമാണ് ബാപ്റ്റിറ്റ്സോ. ബാപ്റ്റിറ്റ്സോയുടെ അർത്ഥവും ടു കോസ് സംതിങ് ടു ബി ഡിപ്ഡ് ഇൻ ടു എ ഫ്ലൂയിഡ് ആൻഡ് ദെൻ ടേക്ക് ഇറ്റ് ഔട്ട്. ഏതെങ്കിലും ഒരു വ്യക്തിയാൽ ഒരു വസ്തു ഒരു ഫ്ലൂയിഡിലേക്ക് മുഴുവനുമായിട്ടും മുക്കിയ ശേഷം എന്നിട്ട് അതിനെ പുറത്തേക്കെടുക്കുക, അതാണ് ബാപ്റ്റിറ്റ്സോയുടെ അർത്ഥം. അപ്പോൾ ബാപ്റ്റിറ്റ്സോ എന്ന് പറയുന്ന ആ പദത്തിൽ നിന്നാണ് ഇംഗ്ലീഷ് വാക്കായ ബാപ്റ്റൈസ്, ടു കോസ് സംതിങ് ടു ബി ഡിപ്ഡ്. ഏതെങ്കിലും ഒരു വസ്തുവിനെ ഒരു വ്യക്തി ഒരു ഫ്ലൂയിഡിൽ മുക്കിയിട്ട് പൊക്കിയെടുക്കുക എന്ന അർത്ഥം വരുന്നത്. ബാപ്റ്റൈസ് എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് സ്നാനം എന്ന് പറയുന്ന മലയാളം പദവും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ബൈബിൾ പ്രകാരം ക്രിസ്തീയ ബാപ്റ്റിസം എന്ന് പറയുമ്പോൾ ഏതൊരു വ്യക്തിയും മുഴുവനുമായും വെള്ളത്തിൽ മുങ്ങി അതിനുശേഷം പൊങ്ങി വരിക, ആ ഒരർത്ഥമാണ് ബാപ്റ്റിസം, സ്നാനം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യോഹന്നാൻ 3:23 വായിക്കുന്നുണ്ട്, സലീം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ അടുത്ത്, എയ്നോൻ്റെ സ്ഥലത്ത് യോഹന്നാൻ സ്നാനപ്പെടുത്തുകയായിരുന്നു. കാരണം അവിടെ അധികം വെള്ളമുണ്ടായിരുന്നു, അനേകർ അവങ്കിലേക്ക് വന്ന് സ്നാനപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ് നാം തിരുവെഴുത്തിൽ വായിക്കുന്നത്. ബൈബിൾ പറയുന്ന സ്നാനം നടത്തണമെങ്കിൽ യോഹന്നാൻ അറിയാമായിരുന്നു ആവശ്യത്തിന് വെള്ളമുള്ള സ്ഥലം തന്നെ വേണമെന്ന്. പിന്നെ മറ്റൊരു ഉദാഹരണമാണ്, ഫിലിപ്പോസിനെ എത്യോപ്യൻ ഷണ്ണൻ്റെ അടുക്കിലേക്ക് ദൈവം അയക്കുന്നുണ്ട്. ആ എത്യോപ്യൻ ഷണ്ണൻ യെശയ്യാവ് 53-ാമത്തെ അധ്യായത്തിൽ നിന്ന് വായിക്കുക. അതൊരു മെസ്സയാനിക് പ്രോഫസി, മെസ്സിയയെക്കുറിച്ചുള്ളൊരു പ്രവചന വേദഭാഗമാണ്. അപ്പോൾ ആ ഷണ്ണൻ അതൊന്നും വായിക്കുന്നതൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഫിലിപ്പോസ് അത് എക്സ്പ്ലനേഷൻ കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ആ വേദഭാഗം എങ്ങനെയാണ് യേശുവിലേക്ക് പോയിൻ്റ് ചെയ്യുന്നതെന്നും യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം ആ ഷണ്ണനോട് ഫിലിപ്പോസ് പ്രസംഗിച്ചു. ആ ഷണ്ണൻ കേട്ടത് വിശ്വസിച്ചു. അതിനുശേഷം ആ ഷണ്ണൻ പറയുന്നുണ്ട്, ഞാൻ വിശ്വസിക്കുന്നു യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന്. അത് കഴിഞ്ഞ് നമ്മൾ വായിക്കുന്നുണ്ട്, ആ രഥത്തിനോട് അവിടെ നിൽക്കാൻ പറയുന്നു. ഫിലിപ്പോസും ഷണ്ണനും കൂടെ ഒരുമിച്ച് വെള്ളത്തിൽ ഇറങ്ങി ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തി. അപ്പോസ്തലപ്രവൃത്തികൾ 8:26 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലാണ് അത് കാണുന്നത്. അതിലെ ആ പ്രധാനപ്പെട്ട ഭാഗം മാത്രം, ഫിലിപ്പോസും ഷണ്ണനും ഇരുവരും വെള്ളത്തിൽ ഇറങ്ങി അവൻ അവരെ സ്നാനം കഴിപ്പിച്ചു. അവർ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ കർത്താവിൻ്റെ ആത്മാ ഫിലിപ്പോസിനെ എടുത്തുകൊണ്ട് പോയി. അവിടെ നമ്മൾ കാണുന്നില്ല ഫിലിപ്പോസ് കരയ്ക്കും ഷണ്ണൻ വെള്ളത്തിലും പോയി തന്നെ അങ്ങ് സ്നാനപ്പെട്ടത്. അല്ലെങ്കിൽ ഫിലിപ്പോസ് കുറച്ച് വെള്ളമെടുത്ത് ഷണ്ണൻ്റെ തലയിലെടുത്ത് അങ്ങ് ഒഴിക്കുകയോ തളിക്കുകയോ വല്ലതും ചെയ്തൊന്നും അല്ല ചെയ്തത്. ഫിലിപ്പോസും ഷണ്ണനും കൂടെ ഒരുമിച്ച് വെള്ളത്തിലിറങ്ങി ആ വെള്ളത്തിൽ വെച്ചാണ് ഫിലിപ്പോസ് ഷണ്ണനെ സ്നാനപ്പെടുത്തുന്നത്. അപ്പോൾ പിന്നെ ഈ തളിക്കലും ഒഴിക്കലും അപ്രകാരമുള്ള കാര്യങ്ങളോ? ആ വാക്കുകൾക്ക് ഗ്രീക്ക് പുതിയ നിയമത്തിൽ വേറെ വാക്കുകളുണ്ട്. ഇപ്പോൾ സ്പ്രിങ്കിൾ, തളിക്കുക എന്ന് പറയുന്ന പദത്തിന് ഗ്രീക്ക് പദമായ റാൻറ്റിറ്റ്സോ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ എബ്രായർക്കെഴുതിയ ലേഖനം 9:13,
19, 21 എന്ന വാക്യങ്ങളിൽ 10:22, 12:24, 1 പത്രോസ് 1:2 എന്ന വാക്യങ്ങളിലെല്ലാം കാണുന്നു. ഇനി പോർ, ഒഴിക്കുക, അത് വരുന്നത് ഗ്രീക്ക് പദങ്ങളായ കറ്റാക്കയോ, ബല്ലോ എന്ന് പറയുന്ന പദങ്ങളെല്ലാം ഒഴിക്കുക എന്ന അർത്ഥമാണ്. ഇത് നമ്മൾ മത്തായി 26:7-12, മർക്കോസ് 14:3, യോഹന്നാൻ 13:5 വാക്യം എന്ന ഇടത്തെല്ലാം നമ്മൾ കാണുന്നുണ്ട്. ഈ വാക്കുകളൊന്നും ഒരിക്കലും ക്രിസ്തീയ ബാപ്റ്റിസം, സ്നാനം എന്ന പദത്തിനു വേണ്ടി ഒരിക്കലും ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്പ്രിംഗ്ലിങ്ങോ പോറിങ്ങോ, അതായത് തളിക്കലോ ഒഴിക്കലോ, ഇതൊന്നും ദൈവം പറഞ്ഞതുപോലെയുള്ള ഒരു രീതി ഓഫ് ബാപ്റ്റിസം അല്ല. കാരണം അത് ക്രിസ്ത്യൻ ബാപ്റ്റിസം, ക്രിസ്തീയ സ്നാനം എന്താണോ ചൂണ്ടിക്കാണിക്കുന്നത് ആ ഒരു കാര്യത്തെ നേരെ ചൊവ്വേ ചൂണ്ടിക്കാണിക്കുന്നില്ല. അപ്പോൾ ബാപ്റ്റിസം അല്ലെങ്കിൽ സ്നാനം എന്ന് പറയുന്ന പദത്തിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഈ സീരീസിലെ അടുത്ത സന്ദേശത്തിന് വേണ്ടിയും സ്റ്റേ ട്യൂൺഡ്. അതിലായിരിക്കും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ആരെയാണ് സ്നാനപ്പെടുത്തേണ്ടത്, എന്താണ് സ്നാനപ്പെടാനായിട്ടുള്ള കണ്ടീഷനുകൾ, അപ്പോൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമോ, ഇതെല്ലാം നമ്മൾ ആ ഒരു സെഷനിൽ ചിന്തിക്കുന്നതായിരിക്കും. അതുകൊണ്ട് സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഈ ഒരു സന്ദേശം നിങ്ങൾക്കൊരു അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ആയെങ്കിൽ ഇപ്രകാരമുള്ള ഈ ഒരു വിഷയത്തിൽ കൺഫ്യൂഷനുള്ള മറ്റുള്ളവർക്കും കൂടെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഗോഡ് ബ്ലെസ്. നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആവുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.